കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനെ കോൺഗ്രസ് പാർട്ടിയിലെ ശീതസമരങ്ങളും ചേരിതിരിവുമൊക്കെ പുറത്തു വന്നിരുന്നു. KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ തിരഞ്ഞെടുപ്പ് സമയത്ത് KPCC പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി MM ഹസന് കൈമാറിയിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ സ്ഥാനം തിരിച്ചുവേണമെന്ന ആവശ്യവുമായി കെ സുധാകരൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു സ്ഥാനം സുധാകരന് തിരിച്ചു കിട്ടിയതും. KPCC പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തിന്റെ അവകാശവാദം ഉന്നയിച്ച് ആറ്റിങ്ങൽ സിറ്റിംഗ് MPയും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കെ സുധാകരൻ KPCC പ്രസിഡന്റായി തുടരുന്നതിൽ ഒരു വിഭാഗം എതിർപ്പുയർത്തുന്നതിനിടയിലാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള അടൂർ പ്രകാശ് അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എനിക്കെന്താ KPCC പ്രസിഡന്റ് ആയിക്കൂടെ? 1972 മുതൽ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരിക്കൽ പോലും പാർട്ടി വിട്ടു പോയിട്ടുമില്ല. ബൂത്ത് തലത്തിൽ നിന്ന് പ്രവർത്തിച്ചാണ് ഇതുവരെ എത്തിയതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഈഴവർക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രാതിനിധ്യം കുറയുന്നുവെന്ന പരാതി സമുദായത്തിൽ ശക്തമാണ്. സംഘടനാ തലത്തിലും പാർലമെന്ററി രംഗത്തും ഈഴവർ കുറയുന്നെന്നാണ് പരാതി. ഇതിനിടെയാണ് അടൂർ പ്രകാശ് പരസ്യമായി നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചത്. നിലവിൽ 21 കോൺഗ്രസ് MLA-മാരിൽ 3 പേർ മാത്രമാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ളത്. ഇത് സമുദായത്തിൽ ചർച്ചയായിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അജിത് ശ്രീനിവാസൻ പറഞ്ഞു. R. ശങ്കറിന് ശേഷം ഒരു ഈഴവ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയായിട്ടില്ല. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമാരായപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വയലാർ രവി തഴയപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജാതിമത ഭേദമന്യേ ഒരു ജനാധിപത്യ പാർട്ടിയായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കോൺഗ്രസിനുള്ളിലാണ് ഈ ജാതിയും മതവും വേർതിരിച്ചുള്ള അവകാശവാദങ്ങൾ ഉയർന്നുവരുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതലായും ക്രിസ്ത്യൻ പ്രാതിനിധ്യമാണെന്ന് അണികളും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും ക്രിസ്ത്യൻ ചായ്വാണ് കോൺഗ്രസിനുള്ളതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. ഇത്തരത്തിൽ ജാതീയമായുള്ള അവകാശവാദങ്ങൾ പാർട്ടിയിൽ ഇനിയും ഉയരുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇനിയും ഒരു വലിയ തമ്മിലടിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതേസമയം 2021 മുതൽ KPCC സ്ഥാനം തുടരുന്ന കെ സുധാകരനെതിരെ ഒരു വിഭാഗം എതിർപ്പുയർത്തുന്നത് അടൂർ പ്രകാശിന് സ്ഥാനം ലഭിക്കുവാനാണോ എന്ന് കണ്ടറിയണം.